ചേച്ചി ചേട്ടനെന്നെ മനസ്സിലായോ? ഇതെന്റെ ഫ്രണ്ട് ശ്രുതി. എന്താ ഇഷ്ടപ്പെട്ടില്ലേ? എന്തിന്? നിനക്ക് ഇപ്പോഴേ ഇത് മനസ്സിലായെങ്കിൽ ഇട്ടു പോകുന്നു. ചേട്ടാ ഇതിപ്പോ ഞാനെന്താ ചെയ്തിട്ട്? അങ്ങനെ ഒരു ദിവസം ഞാൻ റൂമിലിരിക്കുമ്പോഴേ പെട്ടെന്നൊരു സൗണ്ട്. എന്റെ ഫ്രണ്ട്സിന്റെ ഹാങ് ഔട്ട് പ്ലേസ് ആയിരുന്നത്. ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അടിപൊളി നല്ല അടിപൊളി ഫുഡായിരുന്നു. ഇതിങ്ങനെ വിട്ടാ പറ്റൂല, അതാണ്. എന്നിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞില്ലേ? ഏയ് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ചോദിക്കല്ലേ, ഞാൻ വെറുതെ പറഞ്ഞതാ. അതൊരാടാ. എന്റെ സ്റ്റെഫി, നീ ചുമ്മാ കളിക്കല്ലേ. മരുന്ന് ഏതാന്ന് പറ. നീ അതിന്റെ പ്രായം എത്ര? എന്താ സാറേ? ഇനി ആരെയും കൂടി വിളിച്ചത്? അങ്ങോട്ട് ഇറങ്ങിക്കിടി. എന്റെ സാന്നിധ്യത്തിൽ മൊഴിയെടുത്താൽ മതി എന്നാ പറഞ്ഞിട്ടുള്ളത്. ആര്? SI ശ്രീനി സാറ്. അത് ഞാൻ തീരുമാനിച്ചോളാം. പറ്റത്തില്ല സാറേ, എന്റെ സാന്നിധ്യത്തിൽ കൊച്ചിന്റെ മൊഴിയെടുത്താൽ മതി. നമുക്ക് പാർക്കിൽ പോണോ സിനിമയ്ക്ക് പോണോ? ആദ്യം നമുക്ക് പാർക്കിൽ പോണോ അത് സിനിമയ്ക്ക് പോണോന്ന്. നീ ഓർക്കൂട്ട് ചെക്ക് ചെയ്തില്ലേ? എന്താ എന്തൊരു കഷ്ടമല്ലേ. ഈ ക്ലാസ്സിൽ കാണാനുള്ളതെന്ന് ഒറ്റമാരും ഇല്ല. പഴയ അസുരായിരുന്നു കുറെ കുരങ്ങന്മാരും. നിനക്കറിയില്ലേ? ഉണ്ടായിരുന്നില്ലയോ? സാറ് ഉപദ്രവിക്കരുത്, എനിക്ക് ഭർത്താവും കൊച്ചുമൊക്കെ ഉള്ളതാ. പ്ലീസ്. ആ കഴിഞ്ഞ എന്റെ കാര്യത്തിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കല്ലോ അല്ലേ? ആയിക്കോട്ടെ ടീച്ചറാ, പരാതിയില്ല. പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. ഒരിത്തിരി മനുഷ്യപ്പറ്റുണ്ടെങ്കിൽ നിങ്ങളിപ്പോ പൂച്ച കൊണ്ടുപോരുത്. ഓ എവിടുന്ന് ഓടിയപ്പോ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് ഒളിച്ചോടിപ്പോയി. ആരെങ്കിലൊക്കെ വിളിക്കുമെന്നാ വിചാരിച്ചേ. ഒരു കുഞ്ഞിക്കാലൊക്കെ കാണുമ്പോ ശരിയാവും. നിനക്ക് എന്ത് പറ്റി? രാവിലെ പോലെ നിന്റെ മുഖം മത്തങ്ങ പോലെ ഉണ്ടല്ലോ. എന്റെ മുഖം ഇങ്ങനെയാ? നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? നീ പറഞ്ഞിട്ട് വായിച്ചാ മതി. അതെ, ഇതെല്ലാം കൂടെ കാണുമ്പോൾ നമ്മുടെ വന്ന ഉദ്ദേശം മറക്കരുത്. എന്തുദ്ദേശം? മൈത്രയൻ മൈത്രയൻ വാച്ച് ഔട്ട്. നീ ഇവിടെ ഇരുന്നോ?